പോലീസിലെ ഉന്നതരുൾപ്പെട്ട പീഡന പരാതിയെ സാധൂകരിക്കുന്ന വെളിപ്പെടുത്തലുകളുമായാണ് ദൃക്സാക്ഷി ഇന്ന് റിപ്പോർട്ടറിനോട് സംസാരിച്ചത്. പരാതിക്കാരിയുടെ ഗതികേട് ചൂഷണം ചെയ്യുകയായിരുന്നു പോലീസുകാരെന്നും പീഡനത്തിനിരയായ സ്ത്രീയുടെ സുഹൃത്ത് റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഇനിയൊരു സ്ത്രീക്കും സമാന രീതിയിൽ അനുഭവം ഉണ്ടാകരുത് എന്ന് കരുതിയാണ് തുറന്നു പറയുന്നതെന്നും ദൃക്സാക്ഷി റിപ്പോർട്ടറിനോട് വ്യക്തമാക്കി. പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയുടെ തുടരന്വേഷണം എന്ന രീതിയിലാണ് പോലീസുകാരൻ വീട്ടിലെത്തിയത്. അന്ന് രാത്രി വീട്ടിലെത്തിയത് CI വിനോദാണെന്നും ബൈക്കിലാണ് വന്നതെന്നും ദൃക്സാക്ഷി ഉറപ്പിച്ചു പറയുന്നു. ഞാൻ കണ്ണുകൊണ്ട് കണ്ടതാണ് സാറേ, അല്ലാതെ നമ്മള് ഒരാളെ പറ്റിച്ചാല് വെറുതെ നുണ പറയല്ല. ഞാൻ ഉള്ളത് പറഞ്ഞതാണ്. അതുകൊണ്ട് ഞാൻ എവിടെയും പറയാൻ തയ്യാറാണ്. ഞാൻ കണ്ടത് ഞാൻ എവിടെയും പറയും, ചെവിയിൽ കേട്ടത് ഞാൻ എവിടെയും പറയും. ഇനി നമുക്ക് ഒരാളെയും പേടിക്കണ്ടല്ലോ. അത് ഞാൻ പറയും. ആ സാറ് മോശമായ ഒരാളാണ്, അതൊക്കെ മനസ്സിലായി. ഈ സംഭവത്തിന് ശേഷം സുഹൃത്ത് വലിയ മാനസിക പ്രയാസത്തിലായിരുന്നു. പലതവണ ചോദിച്ചപ്പോഴാണ് DYSPയും SP-യും ഉപദ്രവിക്കാൻ ശ്രമിച്ചതിനെ കുറിച്ച് അവർ പറഞ്ഞത്. അതങ്ങനെ പെട്ടുപോയതാണ്. ആളങ്ങനെ ഇതായപ്പോ അങ്ങനെ ആയിപ്പോയിന്നപ്പോ ആള് പറയാം. ആള് ഭയങ്കര വിഷമത്തിൽ അതിന്റെ ശേഷം വിളിക്കുമ്പോഴൊക്കെ ഈ കാര്യം പറയും, ഞാൻ അങ്ങനെ പെട്ടുപോയി എന്നുള്ള ഒരു വിഷമം ആൾക്ക്. ഇനി ഒരു സ്ത്രീക്കും സമാനമായ അനുഭവം ഉണ്ടാകരുത് എന്ന് കരുതിയാണ് എല്ലാം പറയുന്നത്. നേരിട്ട് കണ്ട കാര്യം മാത്രമാണ് മാധ്യമങ്ങളോട് പറഞ്ഞത്. അത്രയും മോശമായാണ് പോലീസുകാരൻ സ്ത്രീയോട് പെരുമാറിയത്. എല്ലാവരും മാറി മാറി ഉപദ്രവിക്കുന്നുവെന്ന് അവർ പറഞ്ഞതായും ദൃക്സാക്ഷി പറഞ്ഞു. ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ വളരെ മോശമായ ഭാഷയിലാണ് പോലീസുകാർ മറുപടി നൽകിയത്. മറ്റേ CI കൂടാതെ ഈ DYSPയും അതുപോലെ SP വരെ അപമാനിച്ചു എന്നാ പറഞ്ഞത്, ചൂഷണം ചെയ്യുന്ന പറഞ്ഞത് നമ്മുടെ അടുത്ത്. അതൊക്കെ എന്നെ വിളിച്ചറിയിക്കണുണ്ട് അവരെല്ലാതും. ഞാൻ പറയും നമുക്ക് എന്താ ചെയ്യാൻ പറ്റും, എപ്പോഴും പോലീസ് സ്റ്റേഷനിൽ കയറാൻ പറ്റുമോ? മോശമല്ല അത്. നമ്മളൊരു സ്ത്രീകളെ അല്ലേ, നമുക്കൊരു മര്യാദ അല്ലേ. അത്യാവശ്യ കാര്യത്തിൽ നമ്മൾ കയറി അത് അവർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തെങ്കിലും വിധിയാവുകയാണെങ്കിൽ വിധിയാവട്ടെ എന്നും പറഞ്ഞ് ഇരിക്കുകയാണ്. വസ്തു സംബന്ധമായ തർക്കം പരിഹരിക്കുന്നതിനായി പോലീസിനെ സമീപിച്ചപ്പോഴായിരുന്നു പീഡനം. SP സുജിത് ദാസിനെ കൂടാതെ DYSP ബെന്നിയും CI വിനോദും മാറി മാറി പീഡിപ്പിച്ചു എന്നാണ് യുവതിയുടെ പരാതി. റിസർച്ച് ഡെസ്ക് റിപ്പോർട്ടർ.